ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധര പറയുകയാണ്, ഈ 3 പെൺകുട്ടികളിൽ അഖിക്ക് ആരെയാണോ ഇഷ്ടം അവരെ ഞാൻ കല്യാണം കഴിപ്പിക്കും. ഇതാണ് എൻ്റെ അഖിമോന് ഞാൻ കൊടുക്കുന്ന വിവാഹ വാർഷിക സമ്മാനമെന്ന് വസുന്ധര പറയുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് അഖിലും ശ്യാമയും. ഇന്ന് നിങ്ങൾ രണ്ടുപേരും തന്ന കേക്ക് ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് കഴിച്ചത്. അതിൻ്റെ കാരണം ഇവളുമായൊത്തുള്ള നിന്റെ അവസാനത്തെ വാർഷിക ആഘോഷമായത്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ വർമ്മ പറയുകയാണ്, അപ്പോൾ എല്ലാം ശുഭമാകും എന്ന് കരുതിയ ഞങ്ങളെല്ലാം നീ വിഡ്ഢികളാക്കിയല്ലേ. എന്താണെങ്കിലും ഇത് ഒരമ്മയ്ക്ക് ചേരുന്ന പ്രവൃത്തിയല്ലെന്ന് വർമ്മ പറയുമ്പോൾ അമ്മയിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലെന്ന് ആദിയും പറയുന്നു. എന്തായാലും ഇത് വളരെ മോശമായി പോയ അമ്മയെന്ന് അരുണും പറയുന്നു. ഒരിക്കലും അമ്മ ഇങ്ങനെ ചിന്തിക്കാൻ കൂടി പാടില്ലായിരുന്നെന്ന് അമൃത പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അമ്മയ്ക്ക് നല്ല കോമൺ സെൻസ് ഉണ്ട്. ഞാൻ അമ്മയെ അഭിനന്ദിക്കുന്നെന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, എൻ്റെ മോൻ എന്നെ അനുസരിക്കുമെന്നാ ഞാൻ കരുതുന്നത്. എന്നെ അനുസരിച്ചാൽ എൻ്റെ അഖിമോന് എന്നോടൊപ്പം ഇവിടെ ഒരു രാജകുമാരനെ പോലെ കഴിയാം. എൻ്റെ മോനൊരു യെസ് മൂളിയാൽ ഈ വിവാഹം ഇപ്പോൾ തന്നെ നടക്കും. അതിൽ ഒരു മാറ്റവുമില്ല. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്. അത്രയും പറഞ്ഞ് വസുന്ധര മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ശ്യാമ പറയുകയാണ്, അമ്മ ഒന്ന് നിന്നേ. അതാണ് അമ്മയുടെ ആഗ്രഹമെങ്കിൽ ഞാൻ ഒരിക്കലും അതിന് എതിര് നിൽക്കുന്നില്ല. അമ്മയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തുടർന്ന് അഖില ശ്യാമയെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. ശ്യാമേ, പോകരുതെന്ന് അഖില് പറയുമ്പോൾ പോകുമെന്ന് ശ്യാമ പറയുന്നു. ഞാനാ പറയുന്നത് അവിടെ നിൽക്കാൻ. തുടർന്ന് അഖില് ദേഷ്യത്തോടെ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇത്രയും നാളും ഈ മനസ്സ് നിറയെ എന്നോടുള്ള സ്നേഹമാണെന്നാ ഞാൻ കരുതിയിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഈ മനസ്സിലെ സ്വാർത്ഥതയാണ്. ഞാൻ ചിന്തിക്കുന്നത് മറ്റുള്ളവർ അനുസരിക്കണമെന്നുള്ള പിടിവാശി. ഈ പിടിവാശിക്ക് വേണ്ടി ഹോമിക്കാനുള്ളതല്ല എൻ്റെയും എൻ്റെ ശ്യാമയുടെയും ജീവിതം. എനിക്കിപ്പോൾ വെറുപ്പാ, അത്രയ്ക്കും വെറുപ്പാ നിങ്ങളെ. എൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ നിങ്ങളെ തൂത്തെറിയുകയാണ്. ഈ അമ്മയും മകനും ബന്ധം ഇന്നത്തോടെ ഇവിടെ വെച്ച് അവസാനിക്കുകയാണെന്ന് അഖില ദേഷ്യത്തോടെ പറയുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് വസുന്ധര. അത്രയും പറഞ്ഞ് അഖില് ശ്യാമയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, ഇവിടെ ആർക്കും വേണ്ടെങ്കിലും എനിക്ക് എൻ്റെ ശ്യാമയെ വേണം. ഇത് കേൾക്കുന്ന ശ്യാമ അഖിലിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. തുടർന്ന് ശ്യാമയുടെ കൈ പിടിച്ച് അഖില് അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. അതേസമയം ആകെ തകർന്നു നിൽക്കുകയാണ് വസുന്ധര. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖില് ശ്യാമയും കൊണ്ട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് ശ്യാമ പറയുമ്പോൾ അഖില് പറയുകയാണ്, അതാണ് ഞാൻ. അല്ല, ഇതിനൊക്കെ ഒരുപാട് ചിലവായി കാണില്ലേ? അതൊന്നും ഓർത്ത് താൻ ടെൻഷൻ ആകണ്ട, എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് അഖില് പറയുന്നു. പിന്നെ ഇന്ന് ഫംഗ്ഷനിൽ വെച്ച് നടന്ന കാര്യമെല്ലാം ഒരു ദുസ്വപ്നമായി വേണം കാണാൻ. നമ്മൾ അതെല്ലാം മറക്കണം. ഇനി എൻ്റെ ശ്യാമയ്ക്ക് എന്നും എന്തിനും ഏതിനും ഈ ഞാനുണ്ടാകും. ഇത് കേൾക്കുന്ന ശ്യാമ സന്തോഷത്തോടെ അഖിലിനെ നോക്കുമ്പോൾ അവര് ആദ്യമായി കണ്ടപ്പോൾ മുതലുള്ള ഓരോ നിമിഷങ്ങളും രണ്ടുപേരും ഓർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അഖില് പറഞ്ഞ കാര്യങ്ങളും വസുന്ധരയുടെ പ്രവൃത്തിയും ഒക്കെ ഓർത്ത് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ആനന്ദവർമ്മ. അതേസമയം വസുന്ധര മുറിയിലേക്ക് വരികയാണ്. സമയം ഒരുപാടായി. ആനന്ദേട്ടൻ കിടക്കുന്നില്ലേ? എനിക്കറിയാം ഇന്ന് ഫംഗ്ഷനിൽ വെച്ച് ഞാൻ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് ആനന്ദേട്ടൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന്. നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കേൾക്കുന്ന വർമ്മ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, കുടുംബം തകരാതിരിക്കാനാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? അതെല്ലാം ഒരമ്മയ്ക്ക് മനസ്സിലാകൂ എന്ന് വസുന്ധര പറയുമ്പോൾ വർമ്മ ദേഷ്യത്തോടെ വസുന്ധരയോട് ചോദിക്കുകയാണ്, താൻ എന്ത് കരുതി ഞാൻ വെറും വിഡ്ഢിയാണെന്നോ? ഒരു അമ്മ ഒരിക്കലും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല താൻ ചെയ്തത്. പിന്നെ അരുണിന്റെയും അശ്വതിയുടെയും കാര്യം, അതെല്ലാം എനിക്കറിയാമായിരുന്നു. ഇത് കേൾക്കുന്ന വസുന്ധര ഒരു ഞെട്ടലോടെ വർമ്മയെ നോക്കുകയാണ്. പിന്നെ ഞാൻ പ്രതികരിക്കാതിരുന്നത് എൻ്റെ മകൻ്റെ ജീവിതമുറത്ത് മാത്രമാണ്. അരുണിൻ്റെ കാര്യം അറിയാൻ ഞാൻ ഒരുപാട് വൈകി. ഇപ്പോൾ ഒരു മകൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി താൻ മറ്റേ മകനെ ബലി കൊടുക്കുകയാണെന്ന് താൻ ഓർക്കണം. അരുണും അശ്വതിയും തമ്മിൽ ഒരു ബന്ധത്തിലായിരുന്നെങ്കിൽ താൻ എന്തിനാ അശ്വതിയെ മാത്രം ദ്രോഹിക്കുന്നത്? നമ്മുടെ മകനും അതിൽ കുറ്റക്കാരനാണല്ലോ. താൻ വിചാരിക്കുന്നത് പോലെ അരുണിൻ്റെ കുടുംബം തകർക്കാനാണെങ്കിലേ ശ്യാമയ്ക്ക് അത് എന്നേ ആകാമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ കുടുംബം തകർത്തിട്ട് ശ്യാമയ്ക്ക് എന്ത് കിട്ടാനാ? ഒരു മകന് വേണ്ടി മറ്റേ മകനെ ബലി കൊടുക്കുന്ന തൻ്റെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, അതെന്നെ വളരെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് വർമ്മ പറയുന്നു. ഇതൊക്കെ കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് വസുന്ധര. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.